അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ വീഡിയോ ഒരു സുഹൃത്ത് പല വിധത്തിലേക്ക് ചർച്ചയ്ക്ക് വിധേയായി. കാരണം ഈ വീഡിയോയെ കുറിച്ച് ഒരുപാട് ആളുകൾ എതിർത്തു. ചില ആളുകൾ പറഞ്ഞത് പർദ്ദ ധരിച്ചുകൊണ്ടാണല്ലോ കളിച്ചത്, അതിലെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വീഡിയോ ഇത് എവിടെ നിന്നാണ്, ആരാണ് ഇതിന്റെ നിജസ്ഥിതികൾ ഇൻഷാ അല്ലാഹ് കൃത്യമായ ഇതിന്റെ സ്ഥലം എന്ന് പറയുന്നവർ ഇൻഷാ അല്ലാഹ് ഇത് രേഖപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യാതിരിക്കാൻ പറ്റൂല. മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി. ഒരു തിന്മ കാണുമ്പോൾ അത് നിന്റെ കൈ കൊണ്ട് തടയണം. ഫഇൻ ലം യസ്തതി ഫബിലിസാനി. കൈ കൊണ്ടില്ലെങ്കിൽ ലിസാന, നാവ് കൊണ്ടെങ്കിൽ, കൈ കൊണ്ട് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട്. ഫഇൻ ലം യസ്തതി, അതിനും സാധ്യമല്ല, ഫബി ഖൽബിഹി, അതായത് കൽബ് കൊണ്ടാണെങ്കിൽ അത് വെറുക്കണം എന്നാണ് വിശുദ്ധ റസൂൽ പറഞ്ഞത്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ സഹോദരിമാർ ചിലപ്പോൾ അറിയില്ലായിരിക്കും. കാരണം ഫർദ ധരിച്ചിട്ടുണ്ടല്ലോ, ഔറത്തിനെ മറച്ചിട്ടാണല്ലോ, ഒരു സന്തോഷത്തിന് വേണ്ടിയാണല്ലോ ചെയ്തത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പരിശുദ്ധ ദീനിനെ ധിക്കരിച്ചുകൊണ്ടായിരിക്കില്ല. ചിലപ്പോ ഇതിനെക്കുറിച്ചുള്ള അത്ര ഒരു ഇത് അറിയാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഫർദയ്ക്ക് ധരിച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത്, ഇതിൽ തിന്മയില്ല എന്നതായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തീർച്ചയായും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു അതായത് ഒരു സ്ത്രീക്കും പുരുഷനും പ്രത്യേകമായി, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കുറിച്ച് പ്രത്യേകിച്ച് കിതാബുകളിലൊക്കെ പറയുന്നത്, അവരെ കുറിച്ച് പ്രത്യേകിച്ച് അവരെ കുറിച്ച് പറയുന്നത്, ഒരു സ്വതന്ത്രയായ സ്ത്രീയെ കുറിച്ച് അർബോ ഔറാത്തിൻ, ഒരു സ്വതന്ത്രയായ സ്ത്രീക്ക് 4 വിധത്തിലുള്ള ഔറത്തുണ്ട്. അത് നിർബന്ധമായി മറച്ചിരിക്കണം. ഒന്ന്, ഔറത്തും ഫിസ്വലാത്തി, അതായത് നിസ്കാരത്തുള്ള ഔറത്ത്. നിങ്ങൾ കാണുന്ന ഈ കോലം നിസ്കാരത്തുള്ള ഒരു ഔറത്തിനോട് ചെറിയ ഒരു യോജിപ്പ്, വലിയല്ല എന്നെങ്കിൽ നിസ്കാരത്തുള്ള ഔറത്താണ് മാസിവ ബൈനൽ വജ്ഹി വൽ കഫൈൻ, അതായത് മുങ്കൈ മുഖം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങൾ മറക്കുക എന്നുള്ളത്, അത് നിസ്കാരത്തുള്ള ഔറത്താണ്. അപ്പൊ അത്തരത്തിലുള്ള ഔറത്ത് മറച്ചിട്ടുണ്ട് എന്ന ഒരു രീതിയിലാണ് ചില ആളുകൾ പറയുന്നത്. അത് ഒരു സ്വഹീറുണ്ട്, ചെറിയ കുട്ടിയാണെങ്കിലും ഇത്തരത്തിലുള്ള ഔറത്ത് നിർബന്ധമായി മറച്ചിരിക്കണം. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, ഔറത്തും ഇന്ദൽ അജായിബ്, അതായത് അന്യപുരുഷന്മാരുടെ ഔറത്ത്. അന്യപുരുഷന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും അന്യപുരുഷന്മാരാകും. അതിനെക്കുറിച്ച് ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട്, കുടുംബത്തിൽപ്പെട്ട അന്യപുരുഷന്മാർ ആരാണെന്ന്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണുക. നമ്മുടെ കുടുംബത്തിൽ പലരും ഞാൻ അന്യപുരുഷന്മാരല്ല എന്ന് ധരിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം അവരെ അന്യപുരുഷന്മാരായിട്ട് കാണുന്നത്. അവരെടുക്കുള്ള ഔറത്തിനെ കുറിച്ച് പറയുന്നത് ജമീഉൽ ബദനി, ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഔറത്താണ്. ഒരു ഭാഗം പോലും അവർക്ക് കാണാൻ പാടില്ല. മറ്റൊരു ഔറത്ത് മിന്തൽ മഹാരിം എന്ന് പറയുമ്പോൾ, അതായത് വിവാഹബന്ധം ഹറാമായ മഹറമിന്റെ ആൾക്കാരെടുക്കുള്ള ഔറത്ത്. വൽ ഖൽവത്തി, അതായത് ആരും ഇല്ലാത്തൊരു സ്ഥലത്തുള്ള ഒരു സ്ത്രീയുടെ ഔറത്തി എന്ന് പറയുന്നത് മാബൈന സുറത്തി വറുക്കുബത്തി, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ളതാണ്. അതുപോലെ പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന, പുരുഷന്മാർക്ക് 2 രീതിയിലുള്ള ഔറത്തുണ്ട്. റജുലി ഔറത്താണ്, 2 രീതിയിലുള്ള ഔറത്തുണ്ട്. ഔറത്തും ഫിസ്സല, നിസ്കാരത്തുള്ള ഔറത്ത്, വഹാരിജിഹ, നിസ്കാരത്തിനുള്ള ഔറത്ത് എന്ന് പറയുന്നത് സ്വബിയൻ, ഒരു കുട്ടിയാണെങ്കിൽ മുട്ടുപൊക്കന്റെ ഇടയിലുള്ള ഔറത്തുണ്ട്. മുട്ടുപൊക്കന്റെ ആ തുടയുടെ ഭാഗം ഒന്നും കാണിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാടി കുത്തി പോകുന്ന സഹോദരന്മാരൊക്കെ ഉണ്ട്, ഒരിക്കലും പാടില്ല. നിന്റെ ഔറത്ത് തുടയുടെ ഭാഗമൊക്കെ കാണൽ പാടില്ലാത്തതാണ്, അത് നിന്റെ ഔറത്തിൽപ്പെട്ടതാണ്. ഇനി ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ് എന്നാൽ ആ സമയത്തുള്ള ഔറത്തിനെ കുറിച്ച് പറയുന്നത്, അതായത് സൗഅത്താനി, മുൻദ്വാരം പിൻദ്വാരം മറച്ചിറുക്കുക, മറ്റുള്ളതെല്ലാം ഔറത്താണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകിച്ച്, അതായത് യസ്തുറു കുല്ലു ഔറത്തുഹു ബിമാ യംനഉ ഇദ്റാഖൽ ലൗനിൽ ബശറത്തി, അതായത് തൊലിയുടെ നിറം കാണുന്ന വസ്ത്രം പോലും ധരിക്കാൻ പാടില്ല, ഹറാമാണ്. ആ തൊലിയുടെ നിറം, നമ്മുടെ തൊലിയുടെ നിറം കാണുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. അതുപോലെ സുജാദ്, ഒരു കണ്ണടി പോലത്തെ ശരീരത്തിന്റെ എല്ലാം പുറത്ത് കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഹറാമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള അരഞ്ഞാട്ടവും ഒക്കെ പരിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാർ വിവരമെല്ലാം ചെയ്യുന്ന തെറ്റ് ഇങ്ങനെ ചെയ്തുവല്ലോ എന്ന് ഖേദിക്കണം. അതിനെക്കുറിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത ഇസ്തിഗ്ഫാർ പറയാം. അള്ളാഹു ഗഫൂറും ഗഫാറാണ്, കൂടുതൽ പൊരുത്തു തരുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി, ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു നേടല 2-3 ആൾ ചെറിച്ചത് കൊണ്ട് നമുക്ക് എന്തോ നേടാനേ? ശാശ്വതമായി കിടക്കേണ്ട ഖബറിൽ ഇവരാരും വരൂല. ഈ ചെറിച്ചവർ, നിന്നെ കമന്റ് അടിച്ചവർ, നിന്നെ ലൈക്ക് അടിച്ചവർ ആരും. ഇന്ന് എത്ര സഹോദരിമാർ ഖബറിലുണ്ടെന്നറിയോ? എത്ര സഹോദരിമാർ പല രീതിയിൽ അഴിഞ്ഞാടി ഇന്ന് ഖബറിലുള്ള ചെറിയ യുവതികളായ സഹോദരിമാരുണ്ട്. ഇന്ന് ഒരാളും ആ കമന്റ് അടിച്ചവരും അവരെ കുറിച്ച് മാഷാ അല്ലാഹ് ലൈക്ക് അടിച്ചവരും, ഇപ്പൊ മാഷാ അല്ലാഹ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. എല്ലാ വീഡിയോത്തിനും അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ ഉണ്ട്. ഭാര്യമാരെല്ലാം ഇന്നിപ്പോ വീഡിയോയിൽ കൊണ്ടുവരാൻ, ആ വീട്ടിന്റെ അകത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വരുന്ന ഒരു അവസ്ഥയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരിൽ പലരും ഇന്ന് മരണപ്പെട്ടു പോയി.
നമുക്കറിയുന്നവരിൽ തന്നെ പലരും മരണപ്പെട്ടു പോയി. ഇന്നവർ ഖബറിലാണ്. ഇന്നവരുടെ ഖബറിന്റെ അരികത്തൊന്ന് പോകണം. ആരുമില്ല ഇവിടെ. ഈ ലൈക്ക് അടിച്ചവരും അവർക്ക് വീണ്ടും വീണ്ടും ഇത് നൽകിയവർ, അവരെ പ്രോത്സാഹിപ്പിച്ചവർ ഒന്നും ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഖബറിൽ കാണാൻ സാധിക്കുന്നില്ല. ഖബറിന്റെ അരികിലാണല്ലോ, ഒറ്റക്കാണ് ഇതിന്റെ എല്ലാം ശിക്ഷകൾ അനുഭവിക്കുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു അവർക്ക് പൊരുത്തു കൊടുക്കട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചവനക്ക് പൊരുത്തു കൊടുക്കുന്നു, അല്ലാത്തവർ ശിക്ഷിക്കുന്നു. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവർ, സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് വീണ്ടും ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്യപ്പെടേണ്ടതല്ല. അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നാം കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാര്യം ബോധിപ്പിക്കാൻ വരാനുള്ള കാരണം ഇത് ഹലാലായ രീതിയിൽ ജനങ്ങൾ പറയുന്നുണ്ട്. കാരണം ഫർദ ധരിച്ചുകൊണ്ടാണല്ലോ, അതുകൊണ്ട് ഹലാലാണ്. ഒരിക്കലും ഹലാലാവുകയില്ല. കാരണം ആ ശരീരത്തിന്റെ ഭാഗം, മുഖം പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് കാണുന്നത് കൊണ്ട് അത് ഹറാം തന്നെയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ, സ്ത്രീകൾ നമ്മളെല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങൾ, ഉഖ്റവിങ്ങൾ പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള കല്യാണങ്ങളിലോ, ഇത് കല്യാണ പരിപാടിയിലോ, ഏത് പരിപാടിയിൽ എന്നറിയില്ല, ഏത് പരിപാടിയുടെ ഇത്തരത്തിലുള്ള പരിപാടിയിൽ അള്ളാഹുവിന്റെ ബർക്കത്തോ മലക്കുകളുടെ സാന്നിധ്യമോ അള്ളാഹുവിന്റെ പ്രത്യേകമായ ആ കാരുണ്യമോ ഒന്നും ഉണ്ടാവുകയില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കല്യാണം എന്ന് പറയുന്ന ബർക്കത്താണ്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്. ഒരുപാട് പണമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളത് കൊണ്ടോ സന്തോഷം കിട്ടണമെന്നില്ല. സന്തോഷം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തൗഫീഖ് കിട്ടണം. അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് കിട്ടണമെങ്കിൽ ഹറാമിയായ കാര്യത്തിന് ഒഴിവായി നിൽക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും സ്വാലിഹീങ്ങൾ പെടുത്തട്ടെ. വിവാഹം കഴിഞ്ഞു പോയി ഒരുപാട് സഹോദരിമാർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ ഫോൺ വിളിച്ച് പലരും ദ്വാരക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പരസ്പരം അവരെ ഇണക്കി അള്ളാഹു സന്തോഷത്തും റാഹത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.